കേരള തീരത്തെ കപ്പൽ അപകടങ്ങളിൽ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് ഹൈക്കോടതി. അഡ്വക്കേറ്റ് അർജുൻ ശ്രീധരനെയാണ് അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചത്. ടി.എൻ. പ്രതാപൻ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന ചേരുകയാണ്. ഷപ്ന, ആദ്യം മുതൽ ഹൈക്കോടതി നിർണായകമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുകയാണ്. ഈ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുന്നതിലൂടെ ഏത് വിധേനയാകും അതിൽ ഇടപെടൽ നടത്തുക? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, ഏതായാലും കോടതി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് പണം ചിലവഴിക്കേണ്ടത് സർക്കാരല്ല, കപ്പൽ കമ്പനി തന്നെയാണ് എന്ന നിർദ്ദേശം സർക്കാരിന് നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഈ അമിക്കസ് ക്യൂറിയെ നിയമിച്ചത്. കോടതിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പഠിക്കുകയും അതിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുമാണ് അമിക്കസ് ക്യൂറി ചെയ്യേണ്ടത്. ഇതിനായിട്ടാണ് ഇപ്പോൾ ഒരു അഭിഭാഷകനെ അമിക്കസ് ക്യൂറിയായി കോടതി നിയമിച്ചത്. ടി.എൻ. പ്രതാപൻ നൽകിയ ഹർജിയിലാണ് ഇത്തരത്തിലൊരു നടപടി കോടതി സ്വീകരിച്ചത്. കാരണം നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ചിലവഴിച്ച തുക, ഇനി എത്ര രൂപ ചിലവഴിക്കേണ്ടി വരും, അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന രാസവസ്തുക്കൾ സംബന്ധിച്ച കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിശദമായി കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഇപ്പോൾ അമിക്കസ് ക്യൂറിയെ നിയമിച്ചത്. ശരി ഷപ്ന.